മാനുവാ മാനുവാ അന്റെ എറവെള്ളാണ് ഈ മുറ്റത്തേക്ക് വരുന്നത് കേട്ടോ. എന്നോട് ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞു കേട്ടോ. എറവെള്ളല്ലേ? ഞാൻ മൂത്രയിക്കണമെന്നല്ലോ. ഇനി ഞാൻ എന്നോട് ഇനി പറച്ചിലുണ്ടാവില്ല. ഞാൻ ഇനി എന്റെ കൊതർമ്പ് ഞാൻ വെട്ടുക. നാളുണ്ടായി ഇതേമാതിരി എന്റെ പുള്ളിച്ചേവർ എന്റെ മരത്ത് വന്നിട്ട് തൂറി വെച്ച് പോയിക്കാം. ഞാൻ അന്ന് എന്റെ അടുത്ത് വരണം എഴുതിയായിരുന്നു. ഇവരിന്റെ പാത്തുമ്മ എന്നത് കോഴിയത്. എങ്ങനെയാണ് വരാണ്ടിക്ക? എന്റെ പെട്ടക്കോനെ കൊണ്ടിട്ട് ആരും ആർത്ത് തിന്നെ എന്നിട്ട് പോയി അങ്ങോട്ട് വരില്ല. ഇജ് പറഞ്ഞപ്പോ ഞാൻ പറയണം ഞാൻ നിന്റെ തെങ്ങുമെന്ന് 2 തേങ്ങ പട പോകും. ഞാൻ അത് അപ്പുറത്ത് കൂടി ഇങ്ങനെ എടുക്കാൻ വേണ്ടി വന്നത് എന്റെ പെണ്ണുങ്ങളെ അടുത്ത ഔത്തുക്കാണ് കൊണ്ടുപോയി. എന്റെ 2 തേങ്ങ കിട്ടിയിട്ടാണോ എനിക്ക് ഇവിടെ ഇങ്ങനെ ആട്ടാന്? പൊന്നാരന്റെ ഇപ്പൊ ഒന്ന് നിർത്തുവോ? എത്ര നേരമായി ഇത് തുടങ്ങിയിട്ട്? നാട്ടുകാരൊക്കെ കേൾക്കൂല. ഇവിടെ പഠിക്കണം. ആ കുട്ടിയുടെ ബുദ്ധി കൂടി നല്ല കൈത അനക്ക്. ഇജ്ജ് വലിയ പെരുമാണി, എനക്ക് വലിയ തുടങ്ങി നമ്മളാണ് തന്താര് 4 ദിവസം ഒഴിവുണ്ടായിരുന്നു. എന്നാ ശരിടാ. അല്ലപ്പ എന്താ ഇന്നത്തെ പ്രശ്നം? പൊന്നാരന്റെ കുഞ്ഞുട്ടിയെ ഒരു മഴയാണ് ചാറിയ ഓന്റെ ഇറവെള്ളം നമ്മളെ മുറ്റത്താടാ. പിന്നെ എന്താ ഞാൻ അവനോട് പറയേണ്ടത്? പാപ്പാ നിങ്ങളൊക്കെ ഇതുപോലത്തെ സ്വഭാവം കൊണ്ടാണ് നമുക്ക് സമയത്തിന് മയം കൂടി കിട്ടാത്തത്. എന്നാൽ മഴ പെയ്യുമ്പോഴാണല്ലോ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഓൻ്റെ ഒപ്പം നടക്കരുതെന്ന്? പൊന്നാരൻ്റെ പാപ്പ, ഞങ്ങൾ ചെറുപ്പം മുതൽ ഒന്നിച്ച് നടക്കൽ തുടങ്ങിയതാ. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ കാലം കഴിഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. എത്ര കാലമായി ഞങ്ങൾക്ക് രണ്ടാൾക്കും പെണ്ണ് തുടങ്ങിയിട്ട്? എന്തൊരു പെണ്ണ് ശരിയാവാത്തത്? നിങ്ങൾ രണ്ടാളും ഈ സ്വഭാവം കൊണ്ടാണ്. ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. മനുഷ്യർ നാട്ടുകാരെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആക്കി ചുങ്ങണ്ടാണോ? ചിങ്ങോടൊക്കെ പറയാനുള്ളതേ, മരിച്ചു പോയാലേ മയ്യത്തിങ്കട്ടിൽ പിടിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മളൊക്കെ ഇങ്ങനെ ബലപ്പെടുത്തൊന്നും ചെയ്യരുത്. നിങ്ങൾ കണ്ടിലപ്പെടുത്ത് കേരളത്തിൽ സ്ഥലത്ത് നടന്ന സംഭവം, അയൽവാസി വൈകുന്നേരം ഒരു ഇഞ്ച് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു മയ്യത്ത് കൊണ്ടുപോയത് വരമ്പത്ത് കൂടെ കൊണ്ടുപോയത്. ഇതൊക്കെ കെട്ടിപ്പിടിച്ചെന്നതിന് എന്ത് കാര്യം? നിങ്ങളൊന്ന് പറഞ്ഞൊരു കാര്യമില്ല. മാനു ഇജ്ജ് പോയി കുപ്പായിട്ട് വന്നാ നമുക്ക് ചന്ദ്രന്റെ കടയിൽ പോയിട്ട് ഒരു ചായയും കടിയും കുടിച്ചാ. ഇജ്ജ് പോയിട്ട് വാ കേട്ടോ.